മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന വൈജയന്തിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്രയും കാലം മനസ്സിലൊരുക്കിയ പക മുഴുവൻ വൈജയന്തിയുടെ മുഖത്ത് കാണാമായിരുന്നു. വൈജയന്തിയുടെ കണ്ണുകൾ വെറുപ്പ് തിളച്ചു മറിഞ്ഞു. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. എന്നോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും. നിനക്കൊരു സമാധാനവും ഇനി കിട്ടാൻ പോകുന്നില്ല. ഓരോ വാക്കുകളും അവളുടെ തൊണ്ടയിൽ നിന്നും പുറത്തു ചാടിയത് മൂർച്ചയുള്ള അമ്പുകൾ പോലെയായിരുന്നു. അലീന പരമാവധി അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു അവൾ. പക്ഷേ അലീനയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ വളരെ ശാന്തമായി എന്ന ഉറപ്പോടുകൂടി വൈജയന്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. കുറച്ചുനേരം അവിടെ ഒരു ഭയാനകമായ നിശബ്ദത തളം കെട്ടി നിന്നു. എന്നെ ശപിക്കാൻ മാത്രം എന്ത് യോഗ്യത വൈജയന്തി മാഡം നിങ്ങൾക്കുള്ളത്? അലീനയുടെ ശബ്ദം താഴ്ന്നതായിരുന്നുവെങ്കിലും അതിലൊരു വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ വെച്ച് ഏതോ ഒരുത്തിന്റെ കൂടെ ജീവിച്ച ചരിത്രം നിങ്ങൾക്കില്ലേ? അതൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അവരൊറ്റ ചോദ്യത്തിൽ വൈജയന്തിയുടെ നാവങ്ങ് ഇറങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ വികസിച്ചു, ചുണ്ടുകൾ വിറച്ചു. താൻ ആരും അറിയില്ല എന്ന് കരുതി മൂടിവെച്ച രഹസ്യം അലീനയുടെ വായിൽ നിന്നും കേട്ടപ്പോൾ തന്നെ അവളുടെ അഹങ്കാരമെല്ലാം തന്നെ അങ്ങ് തകർന്നടിഞ്ഞു. ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു വൈജയന്തിയെ. ഒരു പുച്ഛത്തോടുകൂടെ നോക്കിയിട്ട് അലീന അവിടെ നിന്നും തിരിഞ്ഞു നടക്കുകയാണ്. ഇതേ സമയം നെടുമ്പറക്കൽ വീടിന്റെ ഉമ്മറം സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു. ബാലചന്ദ്രൻ കസേരയിൽ തലകുനിച്ച് ഇരിക്കുകയാണ്. ചുറ്റും മക്കളായ ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ അവരുടെ മുഖത്ത് എന്തോ വലിയ സങ്കടം വരാൻ പോകുന്നു എന്നൊരു തോന്നലിലിരിക്കും. ബാലചന്ദ്രൻ പതുക്കെ തലയുയർത്തി അവരെ മൂന്നുപേരെയും നോക്കി. ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൊണ്ടയിലെ ഒരു വലിയ സങ്കടം വിഴുങ്ങിക്കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, നാളെ അലീന ഇവിടെ ഈ വീട് വിട്ടു പോവുകയാണ്. ആ വാക്ക് കേട്ടപ്പോൾ ബബിതയുടെയും രോഹിത്തിന്റെയും മുഖത്ത് ചോരങ്ങ് വാർന്നുപോയി. കൃഷ്ണമോൾക്ക് അത് താങ്ങാനായില്ല. അവൾ അച്ഛന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്തിനാച്ചാ ചേച്ചി ഇവിടെ നിന്നും പോകുന്നത്? ചേച്ചിക്ക് ഇവിടെ തന്നെ നിന്നൂടെ? രോഹിത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഒരു നെടുവീർപ്പോടെ കൃഷ്ണമോളെ നോക്കി. അവൾ ഇവിടെ നിന്ന് പോകുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മുടെ കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാമല്ലോ. കൃഷ്ണമോൾ തല കുലിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ബബിത ഒന്നുമിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ ഉള്ളിലെ സങ്കടം ഒരു കൊടുങ്കാറ്റായി മാറുന്നുണ്ടായിരുന്നു. അലീന പോകുന്ന കാര്യം ആ 3 പേർക്കും ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ആ വീടിന്റെ ജീവനായിരുന്നു അവൾ. കൊല്ലപ്പള്ളിയിൽ നിന്നും അലീനയെ കൂട്ടി മനു നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വരികയാണ്. കാറിന്റെ യാത്രയിലുടനീളം മനുവിന് വല്ലാത്ത പരിഭ്രമമായിരുന്നു. അലീന ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. വണ്ടി നെടുമ്പുരക്കൽ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. അലീന പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും മനു അവളുടെ അടുത്തേക്ക് വന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്തന്നെ അവളുടെ കൈകളിലങ്ങ് മുറുകെ പിടിച്ചു. അലീന അങ്ങ് ഞെട്ടിപ്പോയി. അവൾ മനുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്താ മനുവേട്ടാ? ആരെങ്കിലും കാണും. കൈ വിട്. മനു പക്ഷേ കൈയൊന്നും വിട്ടില്ല. അവൻ അവളെ തന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാടധികം സ്നേഹവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇതൊരു റിഹേഴ്സലാ അലീന? റിഹേഴ്സലോ? എന്തിന്റെ റിഹേഴ്സലാ? അലീന ചോദിച്ചു. ഏതെങ്കിലും ഒരു കാലത്ത് എനിക്കിങ്ങനെ നിന്റെ കൈയും പിടിച്ച് ആരുടെയും മുന്നിൽ ഭയമില്ലാതെ ഈ വീട്ടിലേക്ക് കയറി വരാൻ പറ്റുമായിരിക്കുമല്ലേ? മനുവിന്റെ ആ വാക്കുകൾ അലീനയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ അവനെ നോക്കിയിട്ട് ഒരു നിമിഷം അങ്ങ് നിന്നുപോയി. പിന്നെ പതുക്കെ അവന്റെ കയ്യിൽ നിന്നും കൈ അങ്ങ് പിടിച്ചു വലിച്ചു തല കുലിച്ച് വീടിനകത്തേക്ക് നടന്നു. മനു നിറഞ്ഞ മനസ്സോടുകൂടെ അവളെ തന്നെ നോക്കി നിൽക്കണേ. ഇതേ സമയം രാത്രി നെടുമ്പറക്കൽ വീട്ടിലെ ഹാള് അലീനയുടെ അവസാനത്തെ രാത്രിയായിരുന്നു. അവിടെ 3 മക്കളും ചേർന്ന് അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. രോഹിത്തും കൃഷ്ണമോളൊക്കെ ഓരോ കുസൃതികളൊക്കെ കാണിച്ച് അലീനയെ ചിരിപ്പിക്കാൻ നോക്കി. ഇടയ്ക്ക് ബബിതയും അവരോടൊപ്പം ചേർന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞും അലീനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. അലീനയും അവരോടൊപ്പം ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ വലിയൊരു കരച്ചിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അത്താഴം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. പാത്രത്തിൽ സ്പൂൺ തട്ടുന്ന ശബ്ദം മാത്രം. ബബിതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അവൾ ചോറ് വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. അലീന അവളുടെ മുഖത്തേക്ക് നോക്കി. ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതെല്ലാം തന്നെ അലീന കണ്ടു. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ബബിതക്കായിരുന്നു അത് താങ്ങാൻ കഴിയാത്തത്. വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു കണ്ണീരോടുകൂടെ അവിടെ ഇരിക്കുകയാണ് ബബിത. കൃഷ്ണമോളുടെ മുറിയിലാണെങ്കിൽ ജനൽ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ മഴ ചാറുന്നുണ്ടായിരുന്നു. അലീന ഇന്ന് കൃഷ്ണമോളുടെ കൂടെയാണ് കിടക്കുന്നത്. നമുക്കിന്ന് ഒരുമിച്ച് കിടക്കണം കേട്ടോ എന്ന് കൃഷ്ണമോള് നേരത്തെ തന്നെ അലീനയോട് പറഞ്ഞിരുന്നു. അലീന മേൽക്കൂരയിലേക്ക് നോക്കിയിട്ട് കിടക്കുവാണ്. കൃഷ്ണമോള് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് അലീനയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ചേച്ചി, കൃഷ്ണമോളുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ? അലീന അവളെ ചേർത്ത് പിടിച്ചു. ഇനി എന്നാ എനിക്ക് ചേച്ചീനെ കാണാൻ പറ്റുക? ചേച്ചി ഇനി എന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? ആ ചോദ്യം അലീനയുടെ നെഞ്ചിലൊരു കത്തി തിറക്കുന്നത് പോലെയാണ് തോന്നിയത്. അത്രയും നേരെ പിടിച്ചു നിർത്തിയ സങ്കടമെല്ലാം തന്നെ അണ പൊട്ടി ഒഴുകുന്നത് പോലെ പുറത്തേക്ക് വന്നു. അലീന കൃഷ്ണമോളെ അങ്ങ് ഇറക്കി കെട്ടിപ്പിടിച്ചു. ഇനി എന്തെങ്കിലും നമുക്ക് ഒരുമിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ മോളെ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരൊറ്റ കുടുംബമായിട്ട് ഇനി ഒത്തുകൂടാനും താമസിക്കാനും ഒക്കെ കഴിയുമായിരിക്കുമല്ലേ? അലീന വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ചെന്ന് ചോദിച്ചു. കൃഷ്ണമോള് അലീനയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീര് തുടച്ചു കൊടുത്തു. എന്നിട്ട് അവളും വാവിട്ടങ്ങ് കരഞ്ഞു. ആ രാത്രി മുഴുവൻ ആ മുറിയിൽ കണ്ണുനീരിന്റെ നനവുണ്ടായിരുന്നു.
പറഞ്ഞാലും തീരാനാവാത്ത സങ്കടങ്ങൾ അവരങ്ങനെ പങ്കുവെച്ചു. നേരം പുലർന്നപ്പോൾ അലീനയുടെ യാത്രാ ദിവസം. വാടക വീട് പോലെ ആ വീടാകെ വല്ലാതെ മൂകതയിലായിരുന്നു. ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടി ഒരുപാടധികം വസ്ത്രങ്ങളും സ്വർണവും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അതിനു പുറമെ 3 മക്കളും അവരെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ഗിഫ്റ്റുകളൊക്കെ അലീനയ്ക്ക് നൽകുകയാണ്. അലീന ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു. ഈ വീടും ഈ മനുഷ്യരൊക്കെ തനിക്കിനി എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് അവൾ ഓരോ നിമിഷവും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അലീനയെ യാത്ര അയക്കാനൊരുങ്ങുകയാണ് ബബിത. അലീനയെ ഒരു കസേരയിലെത്തി ബബിത അവളുടെ മുടിയൊക്കെ ചീക്കി ഒതുക്കി. സ്വർണ്ണക്കരയുള്ള നല്ലൊരു സാരി ഉടുപ്പിച്ചു. സ്വർണ്ണമാലയും വളകളൊക്കെ അണിയിപ്പിച്ചു. ഒരു വധുവിനെ അണിയിച്ചൊരുക്കുന്നത് പോലെയാണ് ബബിത അലീനയെ ഒരുക്കിയിരിക്കുന്നത്. നല്ല സുന്ദരി കുട്ടിയായി തന്നെ അലീന മാറി. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല, മൗനം മാത്രം. എല്ലാം കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ സമയമായി. അലീന തന്റെ ബാഗും പിടിച്ച് പുറത്തേക്ക് നടക്കാൻ പോകുമ്പോൾ നേരം ബബിതയോട് യാത്ര പറയാനായി അവൾ ബബിതയുടെ മുറിയിലേക്ക് ചെന്നു. ബബിത അവിടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ബബിതയെ, ഞാൻ പോവാണെന്ന് അലീന പതിയെ പറഞ്ഞു. ബബിത തിരിഞ്ഞു പോലും നോക്കിയില്ല. അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടമൊക്കെ കലർന്നിരുന്നു. എന്തിനാ എന്നോട് ഇങ്ങനെ യാത്ര പറയുന്നത്? അങ്ങ് പോയിക്കൂടെ? അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല, നീ പോയിക്കോ, ബബിത കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. അവൾക്ക് അലീന പോകുന്നത് കാണാനുള്ള ധൈര്യമില്ലായിരുന്നു. ആ കാഴ്ച കണ്ടാൽ അവൾക്ക് അവിടെ വെച്ച് തന്നെ പൊട്ടിക്കരഞ്ഞു പോവും. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ അലീനയോട് പറയുന്നത് എന്ന് അലീനക്ക് മനസ്സിലായി. അലീനക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ അവിടെ നിന്നും ഇറങ്ങി. മുറ്റത്ത് കൃഷ്ണമോള് രോഹിതൊക്കെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അലീന ഉമ്മറത്തേക്ക് വരുമ്പോഴും അവരുടെ കണ്ണുകളൊക്കെ ബബിതയെ തിരയുന്നുണ്ടായിരുന്നു. ബബിത ഇറങ്ങി വരുമ്പോൾ അവൾ ഉള്ളിലിങ്ങനെ ചിന്തിച്ചു. ബാലചന്ദ്രൻ അങ്ങനെ കാറിൽ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അയാളുടെ മുഖത്തും പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അയാൾ പുറമേ കാണിച്ചില്ല. അലീന കൃഷ്ണമോളെയും രോഹിത്തിനെയും ഒന്ന് നോക്കി. പിന്നെ പതുക്കെ ബാലചന്ദ്രന്റെ കൂടെ വണ്ടിയിലേക്ക് അങ്ങ് കയറി. വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അലീന കാറിന്റെ ഗ്ലാസ്സിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ അവൾ നോക്കി നിൽക്കുകയാണ്. ബബിത വന്നോ? അവളുടെ കണ്ണുകൾ വീടിന്റെ വാതിലേക്ക് അങ്ങ് നീണ്ടു. പെട്ടെന്നാണ് കാറിന്റെ ഗ്ലാസ്സിലൂടെ അലീന അത് കണ്ടത്. വണ്ടി അകന്നു പോകുന്നതും കണ്ട് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കി തന്നെ ബബിത അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഓടി വന്നിരുന്നു. അവൾ മുറ്റത്ത് വന്ന് കാറ് പോകുന്നതും നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അത് കണ്ടപ്പോൾ അലീനയുടെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. അവൾ നേരെ ഗ്ലാസ്സിലേക്ക് നോക്കി വിങ്ങി പൊട്ടിക്കൊണ്ടതിനെ കരഞ്ഞു. പിന്നിൽ അലീന പോയ സങ്കടത്തിൽ കൃഷ്ണമോളും ഓടിച്ചെന്ന് രോഹിത്തിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് വാ വിട്ട് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി കാണാൻ പോകുന്നത് ഹൃദയം നുറുങ്ങുന്ന അടിപൊളി സൂപ്പർ എപ്പിസോഡുകളാണ്. അലീന ആ വീട്ടിൽ നിന്നും പോയതിനു ശേഷം ഇനി അലീന നേരിടാൻ പോകുന്നത് ഒരു പുതിയ ജീവിതമായിരിക്കും. ഒരുപാടധികം പ്രതിസന്ധികളിലൂടെ ആയിരിക്കട്ടോ ഇനി അലീനയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.